നമസ്കാരം. അങ്ങനെ പാവപ്പെട്ടവന്മാരെ അടിച്ച് തൂറിച്ച് 90 റൺസിന് ഇന്ത്യ അങ്ങനെ ജയിച്ചിരിക്കുന്നു, പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ഇന്ത്യ. അങ്ങനെ ശ്രേയസിന്റെ ക്യാപ്റ്റൻസിയിൽ ആദ്യമായിട്ട് ഒരു പരമ്പര ജയിച്ചിരിക്കുന്നു. മനസ്സിലായോ? ബയലാറ്ററൽ സീരീസ് ആയിക്കോട്ടെ, 3 കളികളുള്ള സീരീസിൽ 2-0 ട്രോഫി കിട്ടുന്നല്ലോ. അത്രയും വളരെ വളരെ ഭാഗ്യം, വളരെ വളരെ ഉപകാരമോടെ. കാരണം തോറ്റ് ഇന്ത്യയും സിംബാബ്വെ എന്ന് പറയുമ്പോൾ തന്നെ പേടിയായിരുന്നു മനസ്സിൽ. പണ്ടൊക്കെ സിംബാബ്വെ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ 3-ാം കിട ടീമിനെയാണ് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നീയൊക്കെ എല്ലാം കൂടി കൊട്ടിഘോഷിച്ച് ഇത്രയും വലിയ ഒരു കിടിലൻ ടീമായിട്ട് പോയിട്ട് പോലും പേടിയായിരുന്നു, ഇതും തോക്കുമോ എന്നുള്ളൊരു പേടി. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആധികാരികമായിട്ട് ഇന്ത്യ ജയിച്ചു എന്നുള്ളതാണ്. 1-2 റൺസിനല്ല, 90 റൺസിന് ഇന്ത്യ ജയിച്ചു എന്നുള്ളതാണ്. 90 റൺസിന്. അഭിഷേക് ശർമ്മയ്ക്ക് 3 വിക്കറ്റ്. ഇടേ അഭിഷേക്, നിന്റെ ബാറ്റിംഗ് വേറെ വേറെ അമ്മയുടെ കടവ് ബാറ്റിംഗ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കടവ് ബാറ്റിംഗ് ആയിട്ട് നീ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല, നീ ഇനി കുറച്ച് അവിടെ ഉള്ള സ്പിന്നറേയും കാട്ടി ഒരുവിധം നീ എറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ടേൺ അവൻ ഉണ്ടാവും, കാണുന്നുണ്ട്. അതുകൊണ്ട് നീ കുറച്ച് ബൗളിങ്ങിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യ് എന്നുള്ളതാണ്. ബൗളിംഗ് എന്ന് എറിഞ്ഞെറിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ടീമിൽ കിടക്കാം. ഇങ്ങനെ കുറേ കളി ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ അവിടെ ഇരിക്കുകയാണ്. ആ ചെറുക്കനല്ലേ വൈഭവ് സൂര്യവംശി, അവൻ പട്ടി അടിക്കും പോലെ അടിക്കുകയാണ്. അവന്റെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ്. ഈ സൂര്യകുമാർ യാദവ് ഉണ്ടായിരുന്നപ്പോൾ ഈ അഭിഷേക് ശർമ്മ എപ്പോഴും ബൗളിംഗ് കൊടുക്കുമായിരുന്നു. എപ്പോൾ ബൗളിംഗ് കൊടുത്താലും ഒരു വിക്കറ്റ് കൊണ്ടല്ലാതെ വരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് 4 വിക്കറ്റ് കിട്ടാതെ നടത്താണ് അല്ലേ. ഒരു റിട്ടേൺ കേച്ച് അവൻ കളഞ്ഞു. പക്ഷെ ഒരുവിധം എറിയുന്നു. ബോളൊന്ന് തറയിൽ വീണാൽ മതി, ആം ബോൾ എറിയുന്നുണ്ട്. പിന്നെ ചെറിയ ടേണും ഉണ്ട് ഇവന്റെ ഒരു ബൗളിങ്ങിലാണ്. അപ്പം കൃത്യമായിട്ട് ലൈനിൽ ലെന്തിൽ എറിയാൻ ആ ഒരു പ്രാക്ടീസിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അവനെ കൂടുതൽ പണ്ടത്തെ യുവരാജ് എറിഞ്ഞ അതേ ഒരു സ്റ്റൈലിലാണ് അറിയാം. ഇപ്പൊ യുവരാജ് പണ്ടത്തെ കളിയിലൊക്കെ എന്തുമാത്രം കോൺട്രിബ്യൂട്ടാണ് നമ്മുടെ ബൗളിങ്ങിൽ കൊണ്ടുവന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മയെ ഒരു ബൗളിങ്ങിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് കൊടുത്ത് ഒരു പാർട്ട് ടൈമർ ആയിട്ടുള്ള ഒരു ഫുൾ ടൈം ബൗളറായിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ കളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ടോസ് കിട്ടി. ഇന്ത്യക്ക് ടോസ് കിട്ടിയത് ഞാനത് കണ്ടില്ല കേട്ടോ. ഇന്ത്യക്ക് ബാറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സിംബാബ്വെ വൺ ദ ടോസ് ആൻഡ് ഡിസൈഡഡ് ടു ബൗൾ. ഓക്കെ, സിംബാബ്വെക്കാണ് എന്ത് ചെയ്തത്, ടോസ് കിട്ടിയത്. അവന്മാര് എന്തോ ഭാഗ്യത്തിന് നമ്മൾ ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഇത്ര റൺസ് എങ്കിലും അടിക്കാൻ കാണാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ഈ മുമ്പേ 1 മണിക്കൂർ മുമ്പേ കളി തീർന്നേനെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്കോർ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ സൂര്യവംശിയും നമ്മൾ ഈ പറയുന്ന അഭിഷേക് ശർമ്മയുമായിട്ട് തന്നെയാണ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇറങ്ങിയത്. അഭിഷേക് ശർമ്മ 8 ബോളിൽ 8 റൺസ് എടുത്ത് 2 4 അടിച്ച് പോയി എന്നുള്ളതാണ്. ആദ്യം അവന്മാരുടെ ക്യാപ്റ്റനായ സിക്കന്ദർ രാസ വന്നിറങ്ങപ്പോൾ 2 4 അടിച്ചതല്ലാതെ വേറെ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ്. ആ മുസർമാനി, അങ്ങനെയല്ലേ അവന്റെ പേര്, ആ നെട്ടക്കോല ചെറുക്കൻ. അവൻ വന്നിറങ്ങുമ്പോൾ അവന്റെ ദേഹത്ത് തൊടാനും കൂടി പറ്റുന്നില്ല. ചുമ്മാ അടിച്ച് പുട്ട് കേച്ച്. സത്യം പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടായിട്ട് ഔട്ടായി പോയത് പോലെ തോന്നുന്നുണ്ട്. എടുത്തിങ്ങനെ തട്ടിന്ന് ക്യാച്ച് ചെയ്ത് ക്യാച്ചിങ് പ്രാക്ടീസ് പോലെയാണ് അഭിഷേക് ശർമ്മ അടിച്ച് അവന്റെ കൈ കൊടുത്തത്. എന്റെ വളരെ മോശം. ചുമ്മാ ചാളവെട്ട് വെട്ടാതെ അവസാനം നീ ചാളവെട്ടെന്ന് പറയേണ്ടതായിട്ട് വരുമോ എന്നുള്ളതാണ്. ചുമ്മാ ചാളവെട്ടാണ്, ചുമ്മാ വീശോട് വീശ്. എന്താണെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. സൂര്യവംശി വീണ്ടും 9 ബോളിൽ 20 റൺസ് അടിച്ചുകൊണ്ട് 1 6ഉം 3 4ഉം. ഏതൊക്കെ കളിയെ ഇറങ്ങിയിട്ടുണ്ട്, എനിക്കൊന്ന് 3 4 5ാമത്തെ കളിയാണിത്. എല്ലാ കളിയിലും അവൻ 6 അടിക്കാതെ പോയിട്ടില്ല എന്നുള്ളത്. പിന്നെ കുറച്ച് ആക്രാന്തമുണ്ട് എന്നുള്ളതാണ്. എല്ലാ ബോളും എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോകും എന്നുള്ളത് അവന്റെ ഒരു നെഗറ്റീവ് വശമാണ്. അത് ആ ഒരു പ്രായത്തിന്റെ ഒരു ഇതായിരിക്കാം എന്നുള്ളതാണ്. എല്ലാ ബോളും അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ വെറൈറ്റി ഓഫ് ഷോട്ട്സ് ഉണ്ട്. ഈ പറയുന്ന അഭിഷേക് ശർമ്മനെയും കാട്ടി വെറൈറ്റി ഓഫ് ഷോട്ട്സ് ഉണ്ട് കേട്ടോ. നല്ല കൃത്യമായിട്ട് കണക്ട് ചെയ്യും. അവിടെ 2 വരെ ഈ പറയുന്ന ഫുൾ ഷോട്ടിന് വേണ്ടി ഇട്ടുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് പിച്ച് തന്നെ വരും എന്നറിഞ്ഞുകൊണ്ട് ചാടി വീണിറങ്ങി അടിച്ച് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. കുറച്ചും കൂടി സംയമനം പാലിക്കണം. അമൈതി ആര്, സൂര്യവംശി, നീ ഒന്ന് അമൈതി, കുറച്ചൊന്നും അമൈതി. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, നീ ഒരു 6 ഓവർ കഴിഞ്ഞ് സ്പിന്നർ വരുമ്പോൾ അവരെയും കൂടി ഇട്ടിട്ട് അടിക്കുന്നത് കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അത് ഈ അടുത്ത കളിയിലേക്ക് നീ സാധിച്ചു തരണം എന്നുള്ളതാണ്. അടിയൊക്കെ ശരി, പക്ഷെ എല്ലാത്തിനും റെസ്പെക്ട് കൊടുക്കാനുള്ള ബോളിനെ റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് അത് വരെ നിനക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. ഓക്കെ, ഇഷാൻ കിഷൻ ആയിരുന്നു ഇന്നത്തെ ബാറ്റിംഗിൽ കിടിലം. 44 ബോളുകൾ മാത്രം നേരിട്ടുകൊണ്ട് 81 റൺസ്, 9 4കളും 2 6ഉം അടിച്ചു. ഏതാണ്ട് 184 അവന്റെ സ്ട്രൈക്ക് റേറ്റ് എന്നുള്ളത്. വളരെ നമുക്കറിയാം, ആ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് മുതൽ ഇഷാൻ കിഷൻ എല്ലാ കളിയും ഒരുവിധം കളിക്കുന്നുണ്ട് എന്ന് പറയാം. പക്ഷെ കീപ്പിങ്ങിൽ വളരെ പൂവർ കീപ്പിംഗ് ആണ്. ഇന്നൊരു ഒരു പുട്ട് റൺഔട്ട് കണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി വിട്ടിട്ട് നിന്റെ തൊട്ടടുത്തിരിക്കുന്ന നീ ഒരു കീപ്പറാണ്. നിന്റെ അവിടെ ഇരിക്കുന്ന ആ ബാറ്റ്സ്മാൻ ഗ്രീസിലാണോ, ഗ്രീസ് വിട്ട് ഇറങ്ങി പോയതാണോ എന്ന് പോലും നിനക്കത് സെൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കീപ്പറുടെയും കീപ്പിങ്ങിടെയും നീ ചെയ്യണത് എന്നുള്ളതാണ്. വളരെ മോശമാണ് അവന്റെ കീപ്പിംഗ് എന്നുള്ളത്. പക്ഷെ കിടിലമായിട്ട്
ഇന്ന് കളിച്ചു എന്നുള്ളതാണ്. പിന്നെ ശ്രേയസ് അയ്യർ വന്നു, ക്യാപ്റ്റനായിരുന്നു ശ്രേയസ് അയ്യർ. 20 ബോളിൽ 25 റൺസ് എടുത്തിട്ട് എന്നും പോലെ അവന്റെ കളി കളിച്ചിട്ട് പോകുന്നു വന്നു. പക്ഷേ ഇതൊന്നും പോലെ കുറച്ചും കൂടി ആക്സിലറേറ്റ് ചെയ്ത് കളിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 20 ബോളിൽ 25 റൺസ് നിന്നിരുന്നെങ്കിൽ ആക്സിലേറ്റ് ചെയ്യുമായിരുന്നു. എങ്കിലും വലിയ പ്രശ്നമില്ല, തീരെ കൊട്ടൊന്നും കൊട്ടത്തില്ല. അവൻ അടിച്ച് തന്നെയാണ് കളിക്കുന്നത് എന്നുള്ളത്. 4 4 അടിച്ചു. എനിക്കിവിടെ ഞെട്ടിപ്പോയത് തിലക് വർമ്മ എന്ന് പറയുന്ന ബാറ്റ്സ്മാനാണ്. നമ്മൾ കടവെന്ന് പറയും. ഈ പറയുന്ന വൺ ഡേ സ്റ്റൈലിലെ ബാറ്റ്, വൺ ഡേ സ്റ്റൈലിലും ഈ പറയുന്ന ടെസ്റ്റ് സ്റ്റൈലിലും ഒക്കെയാണ് അവൻ്റെ ബാറ്റിംഗ്. പണ്ടെങ്ങാണ്ടോ അടിച്ച ഒരു ഇന്നിങ്സ് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെ കുട്ടികളെ കിട്ടിയപ്പോൾ, കുട്ടി സിംബാബ്വെ കിട്ടിയപ്പോൾ 29 ബോളിൽ 60 റൺസാണ് അടിച്ചത്. 5 4കളും 3 6കളും അടിച്ചു. ഈ പറയുന്ന തിലക് വർമ്മയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം, ആർക്കും അടിക്കാൻ പറ്റാത്ത ബൗളിംഗ്, പ്രത്യേകിച്ച് പേസ് ബൗളിംഗ്. നല്ല പേസിൽ വരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്ന ബൗളേഴ്സിനെ പുഷ്പം പോലെ അടിക്കുന്നത് ഞാൻ പലവട്ടം കണ്ടു. പല കളികളും നമ്മളത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ തിലക് വർമ്മ തന്നെ കളിക്കാൻ അറിയാം. T20 ഇങ്ങനെയാണ് കളിക്കാനുള്ളത് എന്നുള്ളതാണ്. നീ കൊട്ടിക്കഴിഞ്ഞാൽ കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ ജയിപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ നീ ഇറങ്ങി 3-4 വിക്കറ്റ് പോയി എന്ന് പറഞ്ഞ് കൊട്ടി പിന്നെ 50 ബോളിൽ 40 റൺസ് അടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അടിച്ചോ, പക്ഷെ ആ കളി നീ ജയിപ്പിക്കണം എന്നുള്ളതാണ്. അത്രയും ബോളും കൊട്ടി അവസാനം ഔട്ടായിട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ T20 കളിക്കാനുള്ള സ്റ്റൈല് വേറെയാണ്. ഈ സ്റ്റൈൽ ഇപ്പൊ നീ പുറത്തെടുത്ത് ആ സ്റ്റൈലിൽ കളിച്ചു കഴിഞ്ഞാൽ ആരും കുറ്റം പറയില്ല. നമുക്കിവിടെ എന്താണ് വേണ്ടത്? നമുക്ക് ആരെടുത്തും വിരോധ കാര്യങ്ങളെന്താ, കളിച്ചാൽ നല്ലതെന്ന് പറയാം. അവിടെ ഇരുന്ന് കൊട്ടി ഇന്ത്യ മുടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ മോശം എന്ന് തന്നെ പറയാം. ഈ കളി വളരെ കൃത്യമായിട്ട് നീ കളിച്ചു എന്നുള്ളതാണ്. ഓക്കെ, 29 ബോളിൽ 60 റൺസ്, 3 6ഉം 5 4കളും അടിച്ചു. 6 ഒക്കെ കിട്ടിലും 6കളായിരുന്നു എന്നുള്ളതാണ് അല്ലേ. അതുപോലെ സ്പിന്നറൊക്കെ നല്ല രീതിയിൽ കളിച്ചു. അവരുടെ കളി കാണുമ്പോൾ നമ്മൾ ക്ലാസിക് ഷോട്ടുകളാണ്, പ്രതീക്ഷിക്കാത്ത ഷോട്ടുകളൊക്കെ അടിക്കും. വെറൈറ്റി ഓഫ് ഷോട്ട്സ് ഉണ്ട്. പക്ഷേ ചില സമയം ഭൂരിഭാഗം സമയവും ഇവൻ തുടച്ചിലാണ് എന്നുള്ളതാണ്. അത് മാറ്റി ഇതുപോലുള്ള ഫസ്റ്റ് ബോൾ തന്നെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആൾക്കാരുടെ വിമർശനം, കോച്ചുകാർ പറഞ്ഞിട്ടുണ്ടാവും സ്ട്രൈക്ക് റേറ്റ് കൂട്ടണം, ഇങ്ങനെ കളിച്ച ശരിയാവത്തില്ല എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ആദ്യമേ തന്നെ അടിച്ചു തുടങ്ങിയത്. അതിന്റെ ഫലം കാണാനും പറ്റിയെന്നുള്ളത്. റിങ്കു സിംഗിനെ തിരിച്ചു വരവായിരുന്നു. റിങ്കു സിംഗിനെ കഴിഞ്ഞ കളിയിൽ ഇറങ്ങാൻ പറ്റില്ല. ഈ കളി ഇറങ്ങി 8 ബോളിൽ 12 റൺസിന് ഒരു കിടിലൻ 6ഉം അടിച്ചു. കുഴപ്പമില്ല, അവനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവസാന ഓവറുകളല്ലേ, അതൊക്കെ ഔട്ടായിപ്പം. ശിവം ദൂബെ ഒരു 4 അടിച്ചു. 3 ബോളുകൾ നേരിട്ട് കൊണ്ട് ഒരു 4. എൻ്റെ അമ്മ, ശിവൻ ദൂബെ എങ്ങനെയാ ഒരു ക്യാച്ച് പിടിച്ചേട്ടാ. 2 ദിവസം കൂടെ പുട്ടുപോലെ വന്ന ഒരു ക്യാച്ച് പിടിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു ഫീൽഡൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും പ്രശ്നമാണ്. അപ്പോൾ ശിവൻ ദൂബയ്ക്ക് വീണ്ടും ഒരു വിക്കറ്റ് കിട്ടിയെന്നുണ്ടല്ലേ. ശിവൻ ദൂബയ്ക്ക് കഴിഞ്ഞ കളി പോലെ ഈ പറയുന്ന ഒട്ടക്കണ്ണ മാങ്ങറിഞ്ഞ പോലെ ഈ വട്ടം വിക്കറ്റ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ 20 ഓവറിൽ ഇന്ത്യ 219 റൺസ് അടിച്ചു. 5 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് അടിച്ചു എന്നുള്ളതാണ്. ഇനി അവന്മാരുടെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ബെന്നറ്റ് കഴിഞ്ഞ കളി ഫസ്റ്റ് ബോൾ ഡക്കായി പോയിരുന്നു. ഈ കളി മറ്റേ ബാക്കിലോട്ട് അടിക്കുന്ന ഒരു സാധനമാണ്, അതിന്റെ സ്കൂപ്പ് എന്തോ പറയില്ല, അങ്ങനെ ചെയ്ത് 3 6 അടിച്ചു, 3 4 അടിച്ചു. 19 ബോളിൽ 32 റൺസ് അടിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവന് കിട്ടിയത് പിന്നെ യാഷ് ഠാക്കൂർ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇന്ന് പുതിയ ഡെബ്യൂ ആയിരുന്നു. മറ്റേന്ന് എന്ത് പറ്റിയിട്ട് ഞാൻ ഫസ്റ്റ് ടോസ് ഇട്ട് ഞാൻ കണ്ടില്ല. അവനെന്ത് പരിക്കായിരിക്കും അല്ലേ എന്തോ. അവൻ കഴിഞ്ഞ വട്ടം ഡെബ്യൂ ചെയ്ത് അവനെ കാണാനില്ല. അവന്റെ പേരൊന്നും എന്തോ ആയിരുന്നല്ലോ. ഓക്കെ, അതിന് പകരം യാഷ് ഠാക്കൂർ എന്ന് പറഞ്ഞ അവനാണ് ഇറങ്ങിയത്. അവൻ ഒരു വിക്കറ്റ്, മൊത്തം 2 വിക്കറ്റ് ഇട്ടു. ഫസ്റ്റ് വിക്കറ്റ് ബെന്നറ്റിന്റെ വിക്കറ്റ് കിട്ടിയത് അവനാണ്. അടുത്ത കറൺ നേരത്തെ തന്നെ ഔട്ടായി. പ്രിൻസ് യാദവിന്റെ ഫസ്റ്റ് ബോളിൽ തന്നെ വിട്ടു. പ്രിൻസ് യാദവിന് ഇപ്പൊ ഇങ്ങനെ എപ്പോഴും വന്നാലും ഫസ്റ്റ് ബോളിൽ ഈ പറയുന്ന അഭിഷേക് ശർമ്മ പണ്ട് ഫസ്റ്റ് ബോളിൽ 6 അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞതുപോലെ പ്രിൻസ് യാദവ് എപ്പോൾ വരുമ്പോൾ ഒരു 90% ഫസ്റ്റ് ബോളിൽ വിക്കറ്റ് കിട്ടുന്ന ഒരു തരത്തിലേക്കാണ് പോകുന്നത്. കീപ് ഇറ്റ് അപ്പ് എന്നുള്ളതേ ഉള്ളൂ. മൈരേസ് 9 ബോളിൽ 12 റൺസ്, 2 4 അടിച്ചു. ബോള് 18 ബോളിൽ 20 റൺസ്. സിക്കന്ദർ റാസ ഡക്കായി പോയി എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വേറെ ആരും കളിച്ചില്ല. പിന്നെ മറുമണി 19 ബോളിൽ 24 റൺസ് അടിച്ചു. ഒരു 4 ഒരു 6 ഒക്കെ അടിച്ചു. ഇത്രയൊക്കെ തന്നെയാണ് അവന്മാരുടെ ബാറ്റിംഗ്. അവന്മാരങ്ങനെ ഈ 119 റൺസായി 129 റൺസ്, 17.5 ബോളിൽ 129 ആൾ ഔട്ടായി എന്നുള്ളതാണ്. മായങ്ക് യാദവ് ഈ പറയുന്ന 3 ഓവർ എറിഞ്ഞ് 25 റൺസ് വിറ്റ് കൊടുത്തുകൊണ്ട് ഒരു വിക്കറ്റും കിട്ടിയില്ല. ഇന്ന് കുറച്ച് അടി കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഓവറിലൊന്നും അവന്റെ ആ പേസ് കണ്ടില്ല എന്നുള്ളത്. കഴിഞ്ഞ വട്ടം പേസിലാണ് ആ ബെന്നറ്റിന്റെ ഒക്കെ വിക്കറ്റ് ഇട്ടത്. ഫസ്റ്റ് ഓവറിൽ നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാം ഒരു 134 138 ആ റേഞ്ചിൽ. രണ്ടാമത്തെ ഓവർ വന്നപ്പോഴാണ് അവൻ ആ പേസ് ഹെറ്റിലോട്ട് വന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അപ്പൊ പേസ് കുറച്ചു എറിഞ്ഞു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. യാഷ് ഠാക്കൂർ പുതിയ ചെറുക്കനാണ്. 4 ഓവറിൽ 2 വിക്കറ്റ് തള്ളിയിട്ടു, 30 റൺസ് വിട്ടുകൊടുത്തു. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത നമ്മുടെ പ്രിൻസ് യാദവ് 1.2 ഓവർ മാത്രമേ എറിഞ്ഞു. അവന് പരിക്ക് പറ്റി തിരിച്ചു കയറിപ്പോയി. അവന് 2 വിക്കറ്റും കിട്ടി എന്നുള്ളതാണ്. രവി ബിഷ്ണോയ് 20 റൺസ് അടിച്ചോളൂ, ഒരു വിക്കറ്റ്. രവി ബിഷ്ണോയൊക്കെ ഇന്ത്യൻ ഈ പറയുന്ന ഇതൊക്കെ എടുത്ത് കളയാനുള്ള വേറെ പയ്യന്മാരെ കൊണ്ടുവരും. അവന് ഗൂഗിളിൽ അല്ലാതെ ഒരു തേങ്ങ എനിക്ക് അറിഞ്ഞൂടാ എന്നുള്ളതാണ് സത്യം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിക്കറ്റ് സിംബാബ്വെ പോലുള്ളപ്പോൾ ഓരോ വിക്കറ്റ് വേറെ വല്ലവരാണെങ്കിൽ ഓട്ടിച്ചിട്ടടിക്കും എന്നുള്ളതാണ്. ശിവൻ ദൂബെ
1.4 ഓവറിൽ 13 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് വിക്കറ്റ് എടുത്തു. ഞാൻ പറഞ്ഞില്ലേ പൊട്ടക്കണ്ണം മാങ്ങ എറിഞ്ഞ കണക്ക് ഒരു വിക്കറ്റ് കിട്ടിയെന്നുള്ളത്. തിലക് വർമ്മ ഇന്ന് ഓവർ കൊടുത്തു, ഒരു വിക്കറ്റും എടുത്തുള്ളതാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയുന്നത് അഭിഷേക് ശർമ്മ 2.5 ഓവർ മാത്രമേ എറിഞ്ഞുള്ളൂ, 3 വിക്കറ്റ് തള്ളി കിട്ടു. അവൻ്റെ ഇത്ര ടേൺ ഉണ്ട്, അവനെ കുറച്ചും കൂടി എന്താണ് ഈ പറയുന്ന ബൗളിങ്ങിൽ പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ബൗളിംഗ് എന്നുള്ള രീതിയിൽ ഓൾറൗണ്ടർ എന്നുള്ള രീതിയിലെങ്കിൽ നീ കിടക്കും. അല്ലാതെ ഈ അടിച്ചടിച്ചാൽ ഇങ്ങനെ വന്ന് ചുമ്മാ തുടങ്ങിക്കൊണ്ടിരുന്ന എപ്പോഴും സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അടിക്കണമെങ്കിൽ അടിക്കണത് കൂടുതൽ ചുമ്മാ ഇങ്ങനെ കിടന്ന് തുടയരുത്. ഒന്ന് ഗ്രൗണ്ടിൽ കൂടിയെങ്കിലും അടിക്കാൻ നോക്ക്. എല്ലാം ഇങ്ങനെ ഗ്രീസ് വിട്ടിറങ്ങി ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കളി. എന്തായാലും ഇന്ത്യ ജയിച്ചു, പരമ്പര ജയിച്ചു എന്നൊരു സമാധാനം നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.